VFX ബ്രേക്ക് ഡൗൺ സീരീസിലൂടെ എങ്ങനെയാണ് ഇരട്ട വേഷങ്ങൾ ചിത്രീകരിക്കുന്നതെന്നും ഒരു വീഡിയോയിലേക്ക് മറ്റൊരു രംഗം ചേർത്തുകൊണ്ട് രംഗങ്ങൾ ഉണ്ടാക്കുന്നതും കഥാപാത്രങ്ങളുടെ പ്രായം കുറച്ച് കാണിക്കാനുള്ള രീതികളും നടന്മാരുടെ പുനർസൃഷ്ടിയെക്കുറിച്ചുമെല്ലാം നാം സംസാരിച്ചിരുന്നു. ആ സീരീസിലെ 5ാമത്തെ വീഡിയോ ആണിത്. ൽ വിനയൻ സംവിധാനം ചെയ്ത ഹൊറർ ചിത്രമാണ് ആകാശഗംഗ 2. ആദ്യ ഭാഗത്തിലും രണ്ടാം ഭാഗത്തിലും പ്രധാന കഥാപാത്രമായ ഗംഗയെ അവതരിപ്പിച്ചത് ആക്ട്രസ് മയൂരിയായിരുന്നു. അറിയുമോ എന്നെ? ഞാനാണ് ഗംഗ. 2005 തന്റെ 22ാം വയസ്സിൽ മയൂരി ആത്മഹത്യ ചെയ്തിരുന്നു. 2019 ഈ ചിത്രത്തിലെ ഒരു രംഗത്തിൽ മയൂരിയെ നമുക്ക് കാണാം. ഈ ഒരു രംഗം കാണിക്കാൻ 1999 ആകാശഗംഗയിലെ ഈ ഗാനരംഗത്തെ രംഗമാണ് ഉപയോഗിച്ചത്. മയൂരിക്ക് ഡയലോഗുള്ള ഈ ഭാഗങ്ങൾ ആദ്യ ഭാഗത്തിലെ ഒരു രംഗത്തിലേക്ക് VFXലൂടെ ലിപ് മൂവ്മെന്റ് നൽകിയതാണ്. 2010 തോംസൺ കെ തോമസ് സംവിധാനം ചെയ്ത ദിലീപ് ചിത്രമാണ് കാര്യസ്ഥൻ. ആ ചിത്രത്തിലെ ഒരു ഗാനരംഗമാണിത്. ഈ ഒരു ഗാനരംഗത്ത് രജനീകാന്തിന്റെ കൂടെ ഡാൻസ് ചെയ്യുന്ന ദിലീപിനെ നമുക്ക് കാണാം. 1993 രജനീകാന്ത് ചിത്രമായ യജമാനിലെ അടിരാക്കുമുത്ത് എന്ന ഗാനത്തിലേക്കാണ് ദിലീപിനെ ചേർത്ത് വെച്ചത്. ഗ്രീൻ സ്ക്രീനിൽ ഷൂട്ട് ചെയ്ത ദിലീപിന്റെ ഡാൻസ് രംഗങ്ങൾ രജനീകാന്തിന്റെ ഡാൻസിലേക്ക് പേസ്റ്റ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നതും. ആ സിനിമയിലെ ഒരു ഭാഗത്ത് കൊച്ചിൻ ഹനീഫയുടെ ഈ രംഗം നമുക്ക് കാണാം. ഇത് പണ്ട് ആശാൻ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് അടിച്ച് താഴെയിട്ട് കൊന്ന ആളല്ലേ? 2010 അദ്ദേഹം മരണപ്പെട്ടത്. 1995 മന്നാർ മത്തായി സ്പീക്കിംഗിലെ ഏറെ പ്രസിദ്ധമായ ഈ രംഗമാണ് ഇവിടെ റോട്ടോസ്കോപ്പി ചെയ്ത് കാണിച്ചിരിക്കുന്നത്. NTR ജൂനിയർ അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് ഫാദർ NTRനെ 2 സിനിമകളിൽ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 2007 രാജമൗലി സംവിധാനം ചെയ്ത യമദോങ്ക എന്ന ചിത്രത്തിൽ NTR ജൂനിയർ ചെയ്ത കഥാപാത്രം തന്റെ ഗ്രാൻഡ് ഫാദറിനെ സ്വർഗത്തിൽ വെച്ച് കാണുന്ന ഒരു രംഗമുണ്ട്. അതിനുശേഷമുള്ള ചിത്രത്തിലെ ഒരു ഗാനരംഗത്തിലും NTRനെ നമുക്ക് കാണാം. ഏതൊക്കെ സിനിമയിൽ നിന്നുമാണ് NTRന്റെ രംഗങ്ങൾ എടുത്തതെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ അവ കമന്റ് ചെയ്യുമല്ലോ. 2010 റിലീസ് ചെയ്ത മറ്റൊരു NTR ജൂനിയർ ചിത്രമാണ് ബൃന്ദാവനം. ആ സിനിമയുടെ ക്ലൈമാക്സ് ഭാഗത്ത് ഇങ്ങനൊരു രംഗം കാണാം. दोनों से ब्याह कर लो, कठिनाई होगी, बाद में आदत पड़ जाएगी. ആ രംഗത്ത് ലോർഡ് കൃഷ്ണയായി അഭിനയിക്കുന്നത് NTR തന്നെയാണ്. 10ലധികം സിനിമകളിൽ NTR ലോർഡ് കൃഷ്ണയുടെ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. അവയിൽ ഏതെങ്കിലും ഒന്നായിരിക്കാം ആ സിനിമയിൽ ഉപയോഗിച്ചത്. നിരവധി വിഷ്വൽ എഫക്റ്റുകളോടെ ഈയടുത്തിറങ്ങിയ ഒരു സിനിമയാണ് പൊന്നിയിൻ സെൽവൻ. കൽക്കി എഴുതിയ നോവലിനെ അടിസ്ഥാനമാക്കി ചെയ്ത സിനിമയുടെ മുഴുവൻ കഥ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ആ കഥ ഇപ്പോൾ ഓഡിയോ ബുക്കായി തമിഴിൽ തന്നെ ലഭ്യമാണ്. ഇന്ത്യയിലെ ലീഡിംഗ് ഓഡിയോ ബുക്ക് ആപ്ലിക്കേഷനായ കുക്കു FM-ൽ വിനാടിക്ക് 100 വീതം എളിതിൽ കടന്ന് മലയാളത്തിൽ ഉൾപ്പെടെ ആയിരക്കണക്കിന് പുസ്തകങ്ങളുടെ ഓഡിയോ ബുക്ക് വേർഷൻസ് ഇപ്പോൾ കുക്കു FM-ൽ ലഭ്യമാണ്. ഈ ആപ്പ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നോ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ചോ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. കുക്കു FM മെമ്പർഷിപ്പ് ഫീസ് 399 രൂപയാണ്. KMM 50 എന്ന ഞങ്ങളുടെ കോഡ് ഉപയോഗിച്ച് എൻട്രി ചെയ്യുകയാണെങ്കിൽ മെമ്പർഷിപ്പ് ഫീസിൽ നിന്നും 50% ഡിസ്കൗണ്ട് ലഭിക്കും. 199 രൂപ മാത്രം ചിലവഴിച്ചാൽ ഒരു ദിവസം 50 പൈസക്ക് ലോക പ്രശസ്ത എഴുത്തുകാരുടെ പുസ്തകങ്ങൾ മലയാളത്തിൽ ഉൾപ്പെടെയുള്ള ഭാഷകളിൽ ലഭ്യമാകും. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും കൊടുത്തിരിക്കുന്ന ലിങ്കിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കുക്കു FM-നെ അറിയിക്കാവുന്നതാണ്. ഇപ്പോൾ തന്നെ ഡിസ്ക്രിപ്ഷനിൽ നിന്നും കുക്കു FM ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ മനസ്സിന് ഇഷ്ടമുള്ളത് കേൾക്കൂ. 2018 രാജ്കുമാർ ഹിറാനി സംവിധാനം ചെയ്ത രൺബീർ കപൂർ ചിത്രമാണ് സഞ്ജു. ബോളിവുഡ് ആക്ടർ സഞ്ജയ് ദത്തിന്റെ ജീവിതകഥയാണ് ചിത്രം പറയുന്നത്. അതുകൊണ്ട് തന്നെ സഞ്ജയ് ദത്ത് അവതരിപ്പിച്ച ചില പ്രശസ്തമായ കഥാപാത്രങ്ങളെ രൺബീർ കപൂർ അഭിനയിച്ചുകൊണ്ട് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 2003 രാജ്കുമാർ ഹിറാനി തന്നെ സംവിധാനം ചെയ്ത സഞ്ജയ് ദത്ത് ചിത്രമായിരുന്നു മുന്നാബായ് MBBS.
वो बाहर कैजुअलिटी में कोई मरने की हालत में रहा तो उसको फॉर्म भरना जरूरी है क्या? മുന്നാബായിൽ സഞ്ജയ് ദത്ത് അഭിനയിച്ച രംഗങ്ങളിലേക്ക് ഗ്രീൻ സ്ക്രീനിൽ രൺബീർ കപൂർ അഭിനയിച്ച രംഗങ്ങൾ പേസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. वो बाहर कैजुअलिटी में कोई मरने की हालत में रहा तो उसको फॉर्म भरना जरूरी है क्या? 2007 ഫറാഖ് ഖാൻ സംവിധാനം ചെയ്ത ഷാറുഖ് ഖാൻ ചിത്രമാണ് ഓം ശാന്തി ഓം. 70കളിലെ ബോളിവുഡിനെ കുറിച്ചാണ് ചിത്രത്തിലെ ആദ്യ ഭാഗം പറയുന്നത്. അതുകൊണ്ട് തന്നെ സിനിമയിൽ ദീപിക പാദുകോൺ അവതരിപ്പിച്ച ശാന്തിപ്രിയ എന്ന കഥാപാത്രം 70കളിലെ ഒരുപാട് നടന്മാരുടെ കൂടെ ഡാൻസ് ചെയ്യുന്നതായിട്ടുള്ള രംഗങ്ങൾ സിനിമയിലുണ്ട്. ഈ ഒരു രംഗത്ത് കാണിച്ചിരിക്കുന്ന സുനിൽ ദത്തിന്റെ രംഗങ്ങൾ 1966 അമ്രപാലി എന്ന സിനിമയിലെ രംഗങ്ങളാണ്. പഴയ സിനിമയിലെ സുനിൽ ദത്തിനെ റോട്ടോസ്കോപ്പിങ്ങിലൂടെ കട്ട് ചെയ്തെടുക്കുകയും പുതിയ ബാക്ക്ഗ്രൗണ്ടും ദീപിക പാദുകോണിന്റെ പുതിയ രംഗങ്ങളും പഴയ രംഗത്തിലേക്ക് ബ്ലെൻഡ് ചെയ്യുകയാണ് ചെയ്തത്. രണ്ടായിരത്തി 2017 സൂര്യയുടെ സിംഗം 3 റിലീസ് ചെയ്യുന്നത്. പക്ഷെ അവർ 2015 തന്നെ മരണപ്പെട്ടിരുന്നു. അവരുടെ സിംഗം 2 ചില രംഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് സിംഗം 3 അവരെ റീക്രിയേറ്റ് ചെയ്തത്. ഷാറുഖ് ഖാൻ അദ്ദേഹത്തിന്റെ ഫാൻ എന്ന ചിത്രത്തിൽ ഡി-ഏജിംഗ് ടെക്നോളജി ഉപയോഗിച്ചതിനെ കുറിച്ച് നാം കഴിഞ്ഞ പാർട്ടിൽ സംസാരിച്ചിരുന്നു. 2022 ആമിർ ഖാൻ ചിത്രമായ ലാൽ സിംഗ് ചഡ്ഡയിലും ഷാറുഖ് ഖാനെ 1990കളിലെ ലുക്കിൽ കാണിച്ചിരുന്നു. ഡി-ഏജിംഗിലൂടെയാണ് പഴയ കാലത്തെ ഷാറുഖ് ഖാനെ പുനർസൃഷ്ടിച്ചത്. സൽമാൻ ഖാനെയും അദ്ദേഹത്തിന്റെ പഴയ കാലത്തെ ലുക്കിൽ നാം കണ്ടിട്ടുണ്ട്. फ्यूचर से आया हूँ. फ्यूचर में भी मेरी बॉडी सेम और फैंस का प्यार सेम. ഈ ഒരു പരസ്യരംഗത്തിലാണ് ഡി-ഏജിംഗിലൂടെ 1990കളിലെ സൽമാൻ ഖാനെ കാണിക്കുന്നത്. അദ്ദേഹത്തിന്റെ 1994 ഹം ആപ്കെ കോൻ എന്ന സിനിമയിലെ കഥാപാത്രത്തെയാണ് ഈ പരസ്യങ്ങളിൽ കാണിക്കുന്നത്. പൂർണ്ണമായും ഡി-ഏജിംഗിലൂടെയാണ് സൽമാൻ ഖാന്റെ പഴയ കാലത്തെ കഥാപാത്രത്തെ പുനഃസൃഷ്ടിച്ചത്. 2022 പുനീത് രാജകുമാർ അവസാനം അഭിനയിച്ച ജെയിംസ് എന്ന സിനിമ റിലീസ് ചെയ്യുന്നത്. ആ സിനിമയുടെ ചിത്രീകരണം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം മരണപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ പല രംഗങ്ങളും ബോഡി ഡബിളിനെ ഉപയോഗിച്ചുകൊണ്ടാണ് പൂർത്തീകരിച്ചത്. ഒരു ഫൈറ്റ് സീൻ മുഴുവനായും അദ്ദേഹത്തിന്റെ മുഖം മറച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. സിനിമയിലെ ചില രംഗങ്ങളിൽ അദ്ദേഹത്തിന്റെ ഫേസും VFXലൂടെ റീക്രിയേറ്റ് ചെയ്തതായി കാണാം. അജയ്, CKKU, മനു എന്നിവരുടെ കമന്റുകൾ ഈ വീഡിയോ ചെയ്യാൻ സഹായകരമായിട്ടുണ്ട്. ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്കറിയാമെങ്കിൽ അവ കമന്റ് ചെയ്യുമല്ലോ. മറ്റൊരു രസകരമായ വീഡിയോയുമായി വീണ്ടും വരാം. പീസ്. ഈ രംഗങ്ങളിൽ ജിതേന്ദ്രയെ കാണിച്ചിരിക്കുന്നത് 1977 ജയ് വിജയ് എന്ന സിനിമയിലെ ഗാനരംഗത്തിൽ നിന്നുമാണ്. രാജേഷ് ഖന്നയെ കാണിച്ചിരിക്കുന്നത് 1970 അദ്ദേഹത്തിന്റെ സച്ചാ ജൂട്ട എന്ന സിനിമയിലെ ഒരു ഗാനരംഗത്തിൽ നിന്നുമാണ്.